വഞ്ചിയൂരിൽ റോഡടച്ചുള്ള CPM ഏരിയ സമ്മേളനത്തിൽ സംഘാടകരും പങ്കെടുത്തവരും പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ഹൈക്കോടതി പറയുകയാണ്. സംഘാടകരാണ് പ്രധാന ഉത്തരവാദിയെന്നും കോടതി പറയുന്നുണ്ട്. റോഡിൽ എങ്ങനെയാണ് സ്റ്റേജ് കെട്ടിയതെന്ന് സർക്കാരിനോട് കോടതി ചോദിക്കുന്നുണ്ട്. റോഡ് കുത്തിപ്പൊളിച്ചാണ് പൊതുസമ്മേളനത്തിന്റെ സ്റ്റേജിന് കാൽ നാട്ടിയതെങ്കിൽ കേസ് വേറെയാണെന്നുള്ള മുന്നറിയിപ്പും ഹൈക്കോടതി നൽകുന്നുണ്ട്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ വഴി തടഞ്ഞാണ് ജോയിന്റ് കൗൺസിലിന്റെ സമരം നടന്നത്. എങ്ങനെയാണ് ഇത്തരം പരിപാടികൾക്ക് സ്റ്റേജ് കെട്ടുക? ഇത്തരം പ്രവർത്തികൾക്ക് ക്രിമിനൽ നടപടി പ്രകാരം കേസെടുക്കണമെന്നാണ് ഹൈക്കോടതി പറയുന്നത്. വഞ്ചിയൂരിലെ യോഗത്തിൽ ആരൊക്കെയാണ് പങ്കെടുത്തതെന്ന് ആരാഞ്ഞ കോടതി അലക്ഷ്യ കേസിൽ കുറ്റം ചുമത്തുന്നത് എങ്ങനെ വേണമെന്ന് പിന്നീട് തീരുമാനിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. റോഡ് കുഴിച്ചാണ് സ്റ്റേജ് കെട്ടിയതെങ്കിൽ കൂടുതൽ ശക്തമായ വകുപ്പുകൾ ചേർക്കേണ്ടി വരും. എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാമെന്നും ഹൈക്കോടതി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കൊച്ചി കോർപ്പറേഷന് മുന്നിലുള്ള നടപ്പാത പലപ്പോഴും സമരക്കാരുടെ കയ്യിലാണ്. നടപ്പാതയിലായാലും റോഡിലായാലും താൽക്കാലിക സ്റ്റേജുകൾ നിർമ്മിക്കാൻ ആകില്ല. ഒരു കാരണവശാലും ഗതാഗതം തടസ്സപ്പെടുത്താനാകില്ല എന്നും കോടതി അസന്നിഗ്ധമായി വ്യക്തമാക്കിയിരുന്നു. റോഡ് യാത്രക്കാർക്കും കാൽനടക്കാർക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ്. അതേസമയം തിരുവനന്തപുരം വഞ്ചിയൂരിൽ വഴിതടഞ്ഞ് CPM സമ്മേളനത്തിനുള്ള സ്റ്റേജ് കെട്ടിയ സംഭവത്തിൽ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുകയാണ് DGP. പരിപാടികൾക്ക് അനുമതി നൽകരുതെന്ന് നേരത്തെ സർക്കുലർ ഇറക്കിയിരുന്നു. സംഭവം അറിഞ്ഞപ്പോൾ ഉടൻ തന്നെ ഇടപെട്ടിരുന്നുവെന്നും DGP വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും സംഭവത്തിൽ ഹൈക്കോടതി രൂക്ഷ വിമർശനങ്ങളാണ് ഉന്നയിച്ചത്. എന്തായാലും നേരത്തെ സർക്കുലർ ഇറക്കി എന്ന് പറഞ്ഞ DGP സംഭവം അറിഞ്ഞ ഉടനെ തന്നെ ഇടപെട്ടു എന്നുള്ള ഒരു വിശദീകരണമാണ് നൽകുന്നത്. ഒപ്പം സംഘാടകർക്കെതിരെ കേസെടുത്തുവെന്നും പറയുന്നുണ്ട്. സെക്രട്ടേറിയറ്റിലെ ജോയിന്റ് കൗൺസിൽ പരിപാടിക്കെതിരെ കേസെടുത്തുവെന്നും DGP വ്യക്തമാക്കുന്നുണ്ട്. തിരുവനന്തപുരം വഞ്ചിയൂരിൽ പൊതുവഴിയിൽ CPM ഏരിയ സമ്മേളനം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി എറണാകുളം സ്വദേശിയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. CPM സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദൻ, സംസ്ഥാന പോലീസ് മേധാവി, തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ എന്നിവരെ എതിർകക്ഷികളാക്കിയാണ് ഹർജി നൽകിയത്. അതുകൊണ്ട് തന്നെ വഞ്ചിയൂർ കേസ് ഗുരുതരമായി ബാധിക്കാൻ പോകുന്നത് MV ഗോവിന്ദൻ മാസ്റ്ററെ തന്നെയാണ്. ഈ വിഷയത്തിൽ പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തിന് സംരക്ഷണം ലഭിക്കുമോ എന്നത് വ്യക്തമല്ല. കാരണം ഇവിടെ കോടതി നേരിട്ട് സർക്കാരിനെയും പാർട്ടിയെയും പരിപാടിയിൽ പങ്കെടുത്തവരെയും ഒരുപോലെ ശാസിക്കുന്നതായി കാണാം. അതേസമയം യാത്രാവകാശത്തെ തടസ്സപ്പെടുത്തുന്നതാണ് റോഡ് തടഞ്ഞുള്ള പരിപാടിയെന്ന് നിരീക്ഷിച്ച കോടതി ഹൈക്കോടതിയുടെ തന്നെ മുൻ ഉത്തരവുകളുടെ ലംഘനമാണെന്നും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കോടതി ഉത്തരവുകൾ നടപ്പാക്കുന്നതിൽ പോലീസും സർക്കാരും കാണിക്കുന്ന അലംഭാവത്തെയും കോടതി വിമർശിക്കുന്നുണ്ട്. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പുറപ്പെടുവിച്ച സർക്കുലറുകൾ കോൾഡ് സ്റ്റോറേജിലാണോ എന്നും കോടതി രൂക്ഷമായി തന്നെ ചോദിക്കുന്നുണ്ട്. സംസ്ഥാന പോലീസ് മേധാവിയോടും സിറ്റി പോലീസ് കമ്മീഷണറോടും ഹൈക്കോടതി വിശദീകരണം തേടി. വ്യാഴാഴ്ച സ്റ്റേഷൻ ഹൗസ് ഓഫീസർ മതിയായ രേഖകൾ സഹിതം കോടതിയിൽ നേരിട്ട് ഹാജരാകണമെന്നും ഡിവിഷൻ ബെഞ്ച് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും ഈ വിഷയം സർക്കാരിന് തിരിച്ചടിയാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല ഈ വിഷയം ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് MV ഗോവിന്ദനെ തന്നെയാണ്. ഏത് രീതിയിലാണ് അദ്ദേഹം ഈ ഒരു പ്രശ്നത്തെ നേരിടാൻ പോകുന്നതെന്നത് കണ്ടറിയണം.